വർക്കല ഭാഗത്തുള്ള മലങ്കര ഓർത്തഡോക്സ് സിറിയൻ ചർച്ചിലായിരിക്കുന്നത്. അതിനെക്കുറിച്ച് വികാരിയച്ഛൻ സംസാരിക്കുന്നു. AD 63 മാർത്തോമാ ശ്ലീഹ ഇവിടെ വന്ന് സ്ഥാപിച്ച പള്ളിയാണ് തിരുവിതാംകൂറിനകത്ത്. AD 63 കാലഘട്ടം ചേര രാജാക്കന്മാരുടെ ഭരണകാലഘട്ടം. ഇന്നത്തെ രാജകൊട്ടാരം റോഡിൻ്റെ എതിർവശത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. മാർത്തോമാ ശ്ലീഹയുടെ കൂടെ 54 കുടുംബങ്ങളെ കൊണ്ടാണ്. അങ്ങനെ ഈ കാണുന്ന പോലെ പറയുന്ന മലപ്രദേശമാണ്. ഈ 64 വീട്ടുകാരെ വിളിക്കുന്ന തരീസായിക്കെന്നാണ്. ഇന്നലെ ഒരു തരീസായി വന്ന് പഠിച്ചത് തരീസായിക്കെന്നാണ് അവർ വിളിക്കുന്നത്. അങ്ങനെ രാജാവിനെ മുഖം കാണിച്ചുകൊണ്ട് രാജാവ് ഈ 64 കുടുംബങ്ങൾക്ക് താമസിക്കുവാനും പള്ളി വെക്കാനുള്ള സ്ഥലം വെക്കും. അങ്ങനെ രാജാവ് രാജകീയ അനുമതിയോടുകൂടെ വെച്ച പള്ളിയായതുകൊണ്ടാണ് റോയൽ ചർച്ച് അല്ലെങ്കിൽ രാജകീയ പള്ളി അല്ലെങ്കിൽ അരികപ്പള്ളി അരപ്പള്ളി എന്ന് പറയുന്നത്. കേട്ടോ, ഒരു പകുതി എന്നുള്ളതല്ല. മാർത്തോമാ ശ്ലീഹ സ്ഥാപിച്ചിട്ടുള്ള എല്ലാ പള്ളികളും പരിശുദ്ധ ദൈവമാതാവിൻ്റെ നാമത്തിലാണെന്ന് മറക്കരുത്. ദൈവമാതാവിൻ്റെ പള്ളികളാണ് നമ്മുടെ എല്ലാ പള്ളികളും മാർത്തോമാ ശ്ലീഹ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഈ പള്ളിയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. 2000 വർഷം പഴക്കമുള്ളതായ പള്ളികളാണ് കാണുന്നത്. 2000 വർഷം അപ്പോസ്തലന്റെ കൈകളാൽ നിർമ്മിക്കപ്പെട്ട ദേവാലയമാണ്. പ്രത്യേകത മറ്റുള്ള പള്ളികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മറ്റുള്ള ഒന്നിലധികം പ്രാവശ്യം 3, 4, 5, 6 പ്രാവശ്യം കുറിച്ച് വന്നിട്ടുള്ളതും ആ സ്ഥലത്ത് ആ പ്രദേശത്തുമായിട്ടൊക്കെ പണിതിട്ടുണ്ട്. അതിനെ സംബന്ധിച്ചിടത്തോളം AD 63 മാർത്തോമാ ശ്ലീഹയുടെ കൈകൊണ്ട് പണിതിരിക്കുന്ന അതേ രീതിയിൽ തന്നെ നിലവിൽ ഇതിൻ്റെ മെഷർമെന്റ് യെരുശലേം ദേവാലയത്തിൻ്റെ കണക്കാണ്. ഈ പള്ളിക്ക് ഒരു വ്യത്യാസമാണ്. പറഞ്ഞ അത് അറിയാൻ വേണ്ടിയാണ് ഇങ്ങനെ ഈ റിലേറ്റ് ചെയ്തപ്പോൾ ഈ ഗാഡി ഉണ്ടത് മേലോട്ട് നോക്കിയൊരു ഗാഡി രണ്ട് സൈഡായിട്ടാണ് പഴയ കടി. അതെ, ഇതിൻ്റെ മേൽക്കൂര കല്ലുകൊണ്ടുള്ള ഫ്ലാറ്റായിട്ടുള്ള മേൽക്കൂര. അങ്ങനെ ഒരു അമ്പലം പോലെ എല്ലാവർക്കും ഉയർച്ചയൊന്നുമില്ലായിരുന്നു. അപ്പോൾ അത് ഡാമേജായ സന്ദർഭത്തിലാണ് അത് കല്ല് മാറ്റി ഇതുപോലെയുള്ള 3 വർഷം ഇതുപോലെയുള്ള കൂര നിർമ്മിച്ചു. അന്നത്തെ സാഹചര്യത്തിൽ ഉള്ളതൊക്കെ ചുടുവിലും ഒക്കെ ആയതുകൊണ്ട് കാലത്ത് പിന്നെയും ജംഗിച്ചു പോയതുകൊണ്ടാണ്. ഇപ്പോൾ ഇത് അടുത്ത കാലത്തായിട്ട് കുറച്ചുകൂടെ നല്ല രീതിയിൽ നല്ല ഭംഗിയായ രീതിയിൽ നടത്തി നല്ല രീതി പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ പള്ളിയെ സംബന്ധിച്ച് ഈ പള്ളിയാണോ അമ്പലമാണോ എന്താണെന്ന് അറിയത്തില്ല. ഒരു കരിക്കൽ കൂടാരമായിട്ടാണ് കാണുന്നത്. അത് ഈ മദ്ബഹായിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ റൈറ്റ് സൈഡിലായി കല്ലേറ്റ് കുരിശ് കാണിച്ചു. അത് മാർത്തോമാ ശ്ലീഹയുടെ കൈകൊണ്ട് കാണിക്കപ്പെട്ട കുരിശാണ്. അതാണ് ഈ ക്രിസ്ത്യൻ ദേവാലയമാണ് ഐഡന്റിറ്റി. വേറെ ഒരു ലക്ഷണവും പ്രത്യേകിച്ചില്ല. ഒരുപാട് കൊത്തുകളൊക്കെയുണ്ട്, കിളിവാതിലുകളുണ്ട്. അതുപോലെ തന്നെ ഈ പള്ളിയുടെ യഥാർത്ഥ രൂപം ഈ മാമോദീസാക്കലിൻ്റെ കട്ടിനുണ്ട്. ഇങ്ങനെ ഇതേ ഭാഗമായിരുന്നു. അന്നത്തെ പോർച്ചായിരുന്നു ഇതിൻ്റെ അപ്പുറത്തോട്ടുള്ളത്. അതാണ് അതൊക്കെ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കും. അവിടെ പിൽക്കാലത്ത് കെട്ടിയടച്ചിട്ടുള്ളതാണ്. അതിപ്പം നമ്മൾ കരിവേറ്റ് പ്രതീക്ഷിക്കുന്നതാണ്. ആ നേരത്തെ വെള്ളമടിച്ചിട്ടില്ല. അപ്പം യഥാർത്ഥമായിട്ടുള്ള പഴയ കല്ലുകളുണ്ട്. മുൻവശത്തെ ചുറ്റുവാതില് ഇങ്ങനെയുള്ള യഥാർത്ഥത്തിൽ 2000 വർഷം പഴക്കമുള്ള പഴയ കല്ലുകളാണ്. ഇന്ന് അങ്ങനെ ഒരു പള്ളി ഇല്ല. ദ ഓൾഡ് സ്ട്രക്ചർ ഇൻ ദ വേൾഡ്. നമ്മുടെ ലോകത്തിൽ മാർത്തോമാ ശ്ലീഹ സ്ഥാപിച്ച് ഏറ്റവും പഴക്കം ചെന്ന് നിലനിൽക്കുന്നതായ ഒരു പള്ളിയുള്ളൂ ഈ പള്ളി എന്ന് മനസ്സിലാക്കി. മാർത്തോമാ ശ്ലീഹ 5 വർഷം കാലത്ത് താമസിച്ചിട്ടുള്ളതെന്ന് പറയുന്നത് ഇവിടെ ഒരു വൻ ചുവരായിരുന്നു. അവിടെയാണ് താമസിക്കുന്നത്. ലൊക്കേറ്റ് ചെയ്തപ്പോഴും അവിടെ ഒരു സ്ലാബ് വെച്ചിട്ടുണ്ട്. അതിനടുത്ത് മാർത്തോമാ ശ്ലീഹയുടെ കാലത്ത് വെട്ടപ്പെട്ടൊരു കിണർ കാണും. 2000 വർഷം പഴക്കമുള്ളൊരു കിണർ. ആ കിണറിൻ്റെ പ്രത്യേകത ഞങ്ങൾ മാറി വരുന്നത് പറയും, ഒരു കാലത്തും വെള്ളം പറ്റും. ഇവിടെയൊക്കെ വെള്ളം പറ്റുന്ന സ്ഥലമാണെങ്കിൽ ഒരു കാലത്തും പൂജയ്ക്കും തമിഴ്നാടാണ് പൂജയ്ക്കും പൂജാരിക്കും ആവശ്യമുള്ള വെള്ളം ഇവിടുന്ന് ലഭ്യമാകുമെന്നാണ് പറയുന്നത്. അത് ശരിയാണ്. കഴിഞ്ഞ 21 വർഷമായിട്ട് ഞാനിവിടെ സേവനം ചെയ്യുന്നു. പറഞ്ഞ കാര്യം വളരെ കൃത്യം. രണ്ടാമതായിട്ടൊരു കാര്യം ഓർമ്മിക്കാനുള്ളത്, ഞാൻ വരുന്ന 2004 ഓഗസ്റ്റ് മാസം വരുമ്പോൾ രാവിലെ ഉച്ചയ്ക്ക് പ്രാർത്ഥിക്കാനായിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ പാവപ്പെട്ട സ്ത്രീകൾ അവർക്ക് എൻ്റെ രൂപം വേറൊന്നായിരുന്നു.
അച്ഛന്മാരാണ്. അപ്പോൾ അങ്ങനെ അവരോട് പറഞ്ഞു, ഇത് ആണ്ടവരെ തൊട്ട കൈകൊണ്ട് കെട്ടപ്പെട്ട ആലയമാണ് ഈ കൂടെ തൊട്ടത്. ആണ്ടവരെന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ തൊട്ട കൈകൊണ്ട് മാർത്തോമാസ്ലിഹയുടെ കൈക്കുള്ള പ്രാധാന്യത നിർമ്മിച്ചതാണ്. ഇതിന് ശക്തിയുള്ള പ്രാർത്ഥിച്ചു 100% ശരിയാക്കില്ല. ഈ അടുത്ത കാലത്ത് ഇതിൻ്റെ റിനോവേഷൻ നടക്കുമ്പോൾ കുറച്ച് സ്ഥലം മാത്രമേ എല്ലാം പൊളിച്ചിട്ട് ഈ ആണിയൊക്കെ ഇങ്ങനെ കിടക്കുന്നു. അല്ലാത്ത അകത്തോട്ട് കയറാൻ പറ്റാത്ത സാഹചര്യം. നാനാജാതി മത്സരമായിട്ടുള്ള ആളുകൾ ഇങ്ങനെ വരും. അവരോടെല്ലാവരും ഇങ്ങനെ തന്നെ അവരെങ്ങനെയെങ്കിലും പള്ളിക്കുള്ളിൽ പ്രവേശിച്ച് ഈ കുരിശെക്കുറിച്ച് പ്രാർത്ഥിച്ചു. രാവിലെ 4:00-ക്കൊക്കെ ദൂരെ നിന്നൊക്കെ ആളുകൾ വന്ന് തലയടിച്ച് പ്രാർത്ഥിക്കുന്ന രീതിയാണ് കണ്ടത്. വലിയൊരു അത്ഭുതമുള്ള മഹാപുരുഷ. സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഓർത്തഡോക്സ് യാക്കോബായ അല്ലെങ്കിൽ കത്തോലിക്ക സഭ അല്ലാതായ സഭയിലുള്ള ആളുകളൊക്കെ വരുമ്പോഴാണ് ഇത്രയും പവർഫുള്ളായിട്ടൊരു പ്ലേസ് ഉണ്ടോ എന്നുള്ളത് പലരും ചോദിച്ചു. മാർത്തോമാസ്ലിഹ 5 വർഷം താമസിച്ച് അദ്ദേഹത്തിൻ്റെ മാർത്തോമാസ്ലിഹയുടെ ഫുട്പ്രിൻ്റുള്ള ഒരു ഹോളി പ്ലേസ് ആണ് ഈ തോമാസ്ലിഹയുടെ പള്ളി എന്ന് പറയുന്ന സ്ഥലം. അവരെന്നോട് ചോദിച്ച ചോദ്യം, ഇത്രയും പവർഫുള്ളായിട്ട് പ്ലേസ് ഉണ്ടോ? നിങ്ങൾക്കും അനുഭവമാണ്. എനിക്കൊരു പുതിയ അനുഭവമാണ്. ഞാൻ വെട്ടിപ്പോയി. വളരെ ആഹ്ലാദമുണ്ടായി. വെട്ടിപ്പോയി ആഹ്ലാദമുണ്ടായിട്ട് അവർക്ക് എനിക്ക് ലഭിക്കാത്ത ഒരു മഹാഭാഗ്യം ലഭിച്ചവർ ഒരു പ്രിഡിക്റ്റ് ചെയ്തു, ഒരു പറഞ്ഞല്ലോ എന്നുള്ളത് എനിക്ക് സന്തോഷമുണ്ട്. ഇത്ര പവർഫുള്ളായിട്ടുള്ള സ്ഥലത്താണല്ലോ ഞാൻ താമസിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ സന്തോഷമാണ്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തെ കുറച്ചുകൂടെ ക്രമീകരിക്കാൻ സാധിക്കും. ഒരു പവർഫുൾ പ്ലേസ്. നിങ്ങളോടാണ് പറയുന്നത്. കണ്ണുനീരോട് പ്രാർത്ഥിച്ചു. നിങ്ങൾ ഈരാറ്റോട്ടെ വളരെ ബുദ്ധിമുട്ടുള്ള കൃഷിക്കാരൊക്കെ വളരെ ബുദ്ധിമുട്ടും പ്രയാസം നമ്മളുള്ളവർക്കും പാവപ്പെട്ടവർക്കും എല്ലാവർക്കും പ്രയാസം, കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളുള്ളവർക്ക് എല്ലാവരുമായിട്ട് കാണുകയും പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ഞാനിവിടെ. എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇവരുടെ പല കാര്യങ്ങളും ഷെയർ ചെയ്യാം. ഒരുപാട് ദുഃഖങ്ങളും പ്രയാസങ്ങളും കടന്നു വരുന്നവർക്ക് കുഞ്ഞുങ്ങളില്ലാത്തവരുണ്ട്. കുഞ്ഞുങ്ങളുടെ പഠനത്തെ ഉദ്ദേശിക്കുന്നു. അവരുടെ സുരക്ഷിതരായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ സുരക്ഷിതരായിട്ട് ജോലിക്കാൻ വേണ്ടി ത്യാഗം അനുഭവിക്കുന്നുണ്ട്. അവരുടെ ബാധ്യതകളാൽ തകർന്നവരുണ്ട്. വസ്തു വിൽക്കാനായിട്ട് ബുദ്ധിമുട്ട് കാണിച്ചിട്ട് വീടില്ലാത്തവരുണ്ട്. രോഗികളായിട്ട് കഴിയുന്നുണ്ട്. പല രീതിയിലുള്ള ഇതൊരു ഹോളി പ്ലേസ് ആണ്. മഹാവിശുദ്ധ സ്ഥലമാണ്. കണ്ണുനീരോടെ 2 പ്രാർത്ഥന. ഒന്ന് അമ്മയുടെ നാമത്തിലുള്ള പള്ളി, 2 മാർത്തോമാസ്ലിഹയുടെ കൈകൊണ്ട് കെട്ടപ്പെട്ടിട്ടുണ്ട്. ഇതൊരു മഹാപരിശുദ്ധ സ്ഥലം. ഇവിടെ മുട്ടുമേൽ നിന്ന് കണ്ണുനീരോട് പ്രാർത്ഥിച്ച് ഈ കുരിശിനെ തൊട്ട് പ്രാർത്ഥിച്ച് മാർത്തോമാസ്ലിഹ തിരിശേഷിപ്പത് സ്ഥാപിച്ചിട്ട് പ്രാർത്ഥിച്ച് കാണിക്കുന്നു. തീർച്ചയായിട്ടും ദൈവം പ്രതിഫലം. 2 കാര്യങ്ങൾ എനിക്ക് പ്രത്യേകമായിട്ടുള്ള തോന്നിയിട്ടുള്ളത് ഞാൻ നിങ്ങളുടെ നാട്ടിലാണ്. ഒന്ന്, ഇവിടെ എല്ലാവരും മാസിന് പേരുണ്ട്. നമ്മൾ സാധാരണ മാസിന് മത്തായി, ഗ്ലൂക്കോസ്, കുല്യോനെ, ബിജു എന്ന് പേരുണ്ട്. മനിയാണോ വയറ്റിളക്കമാണോ അതോ പഠിപ്പിൻ്റെ കാര്യമാണ് പേര് കൊടുത്തത്. ഞാൻ വർഷങ്ങളായിട്ട് പറഞ്ഞു ഇവിടെ അങ്ങനെയല്ല. അവരുടെ നിയോഗം വെച്ച് രോഗികളാണെങ്കിൽ ഇന്ന രോഗമുള്ളതാണ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ വിവിധങ്ങളായ ആവശ്യങ്ങൾ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്ത് അവിടെ കൊടുത്ത് പണം കൊടുത്തിട്ട് റെസിറ്റ് വലിയ തരം ആവശ്യം നിങ്ങളെ ഇരിക്കുന്ന ഇന്നത്തെ ജനങ്ങൾ അതിലേക്ക് കൊടുക്കുക. ഇവിടുത്തെ ഡെയിലിയുള്ള മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഓർക്കാൻ വേണ്ടി അറിയില്ല. അതെ പറയാൻ കാരണം നമ്മളൊക്കെ ചെയ്യും. എന്നാൽ നമ്മളുടെ അല്ലാത്ത വിശ്വാസമുള്ള ആളുകൾ ഇവിടെ അങ്ങനെ ചെയ്യുന്നുണ്ട്. നമുക്ക് പറയാൻ പ്രയാസം. പെന്തിക്കോസുകാരൊക്കെ വന്നാലും അവരിവിടെ കൈയടിച്ചൊന്നും പാടാതെ പ്രാർത്ഥിച്ച് കുർബാനയ്ക്ക് പ്രഭാവം അവർ പറയുന്ന ഭാരതത്തിൻ്റെ അപ്പോസ്തലൻ സ്ഥാപിച്ച പള്ളിയാണ്. മാതാവ് പരിശുദ്ധന്മാരും പറയുന്ന അപ്പോസ്തലൻ സ്ഥാപിച്ച പള്ളിയാണ്. ഭാഗ്യമാണ് എന്നാണ്. രണ്ടാമതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച് ഇവിടെ വരുന്ന ആളുകൾ തിരി വാങ്ങിച്ചിട്ട് കത്തിക്കുന്നു. അതിൻ്റെ പ്രാധാന്യം നമ്മളെല്ലാവർക്കും പോകുമ്പോൾ കത്തിക്കും, തിരി കത്തിക്കും. നമുക്കൊരു ഇവിടെ ഒരു റൊട്ടീനാണ് കത്തിക്കുന്നത്. അങ്ങനെ തിരി വാങ്ങിച്ച് ആ കത്തിക്കലിൽ നിന്ന് പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ച് പല മനുഷ്യരുടെ
സത്യമായിട്ട് ഞാൻ ചെയ്യുന്നില്ല. സഹോദരി വിഷയിക്കണ്ട, ഞാൻ മാറും, ഞാൻ ഉപയോഗിക്കാൻ സഹോദരി ഒത്തിരി വാങ്ങിച്ച സ്നേഹമുണ്ട്. പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞാൽ അതൊരു വാച്ച് ചെയ്ത് സ്വഭാവം അതുപോലെ ഈ നാട്ടുകാരെ ഞാൻ ഉറക്കാനേ എൻ്റെ അത് പ്രാർത്ഥിച്ചു. ഇത് 2 ആഴ്ച ആളായിപ്പോയി കുഴപ്പമില്ല, ഒരു സൗഖ്യമായിട്ട് നിലക്കിടയ്ക്ക് വെളിയിൽ കാണിക്കുന്നത് അതെൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമാണ്. അപ്ലൈ ചെയ്തിട്ട് മറ്റേ കണ്ടുവരികയും അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ തന്നെ എൻ്റെ അടുക്കൽ വന്നതിൽ ഞാൻ നിർദ്ദേശിച്ചു കൊടുത്തൊരു കാര്യം. അതുകൊണ്ട് ഞാൻ അത് ഉറപ്പുവഴിയുന്നു. നിങ്ങളും പ്രകാരം ചെയ്യുമെങ്കിൽ വളരെ എഫക്റ്റീവായിട്ടൊരു നേർച്ചയാണ് എന്നുള്ള കാര്യം ചെല്ലി കത്തിച്ചു തിരി വായി കേട്ടിട്ടുണ്ട്. തിരിയൊന്നും കെടുത്തി വെക്കാനായിട്ട് പറഞ്ഞിട്ടില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവരിങ്ങനെ ചെയ്യുന്നു. ആ കത്തിച്ച് പറയുന്നത് കെടുത്തി മാറ്റി കത്തിക്കേണ്ടത് അതുകൊണ്ട് നമ്മൾക്ക് കത്തിക്കുന്നുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നു. എന്നാൽ ഇത് ആ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയതുകൊണ്ട് നമുക്ക് പറഞ്ഞു വന്നത് നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് അപ്രകാരം ചെയ്യുന്നില്ല. ഈ 2 കാര്യങ്ങൾ വലിയൊരു അത്ഭുതമുള്ള ഈ സ്ഥലത്തെ സംബന്ധിച്ച് പരസ്യം കൊടുത്തു കൊടുത്തിട്ടുണ്ടായെങ്കിൽ നമ്മൾ പാലസിൽ ചെല്ലുമ്പോഴും അവരുടെ പറയും തിരുവിതാംകൂറിൽ കരയുകൊണ്ടോ ഇങ്ങോട്ട് കറിയില്ല ചെറിയ പള്ളിയുണ്ട്. അവിടെ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടേ പോകാവുന്ന പ്രത്യേകിച്ച് കേരളക്കാരോടെ നിൽക്കുന്ന ആൾക്കാർ പറയും. ആൾക്കാർക്ക് അറിയത്തില്ല, അതുകൊണ്ട് അവർ തിരക്കി ഞങ്ങളൊക്കെ അറിയുന്ന കാര്യം അവർക്കൊന്നും പറയുന്നു. അവർ പറഞ്ഞിട്ടാണ് വരുന്നത്. മഹാ അത്ഭുതമുള്ള കൊച്ചു പള്ളിയുണ്ട്, അവർ നിങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. ഏതായാലും ആ ഒരു കൊച്ചു പള്ളിയിൽ വലിയ സ്ഥലത്തെ കൊച്ചു പള്ളിയിൽ തമ്പുരാനെ പറ്റി അമ്മയുടെ നാമത്തിൽ മാർത്തോമാശ്രീയുടെ കൈകൊണ്ട് പള്ളിയിൽ എല്ലാവരും ഭാഗ്യം ലഭിച്ചിരിക്കുന്നു. ജീവിതത്തിലെ ഒരു മഹാഭാഗ്യമാണ്. എന്നും ഒരു മഹാഭാഗ്യം എന്ന് പറയത്തക്കോണം, ടച്ച് ചെയ്യത്തക്കോണം നല്ലതുപോലെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛനോട് എല്ലാവരോടുണ്ടായ നന്ദിയും ആദരവും അറിയിച്ചു കൊടുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് കൂടുതൽ പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചൊരു കാര്യം ചെയ്യാം. നമുക്ക് വിഷയത്തൊക്കെ പ്രാർത്ഥിച്ച് വിശേഷത്തൊക്കെ പ്രാർത്ഥിക്കുകയും കാണിക്കേണ്ടവർ കാണിക്കുകയും അല്ലെങ്കിൽ കണ്ടുകാണുമ്പോൾ കണ്ടുകാണാം. കൗണ്ടറിൽ പോയി കുർബാനയ്ക്ക് പോയി കൊടുക്കുക. അത് കഴിഞ്ഞത് നിങ്ങൾ പ്രത്യേകിച്ച് പറയുന്നത് പറയാം. പിന്നെ ഒരു ചെറിയ മ്യൂസിയമുണ്ട്, വളരെ കുറച്ച് സാധനങ്ങളൊക്കെ അതൊക്കെ എൻ്റെ ഓർഡറിലായിട്ടില്ല എങ്കിലും അദ്ദേഹത്തോട് പറഞ്ഞാൽ കാണിച്ചത് പ്രാർത്ഥിക്കും.